ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ അജ്ഞാതരായി മാറിയ മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും കുറേ മനുഷ്യർ മടങ്ങി. ഒരേ നാട്ടിൽ ജീവിച്ചവർ ഇനി ഒന്നിച്ച് അന്ത്യവിശ്രമം കൊള്ളും. മുൻപ് ചെയ്തൊരു പാപത്തിന്റെ പരിഹാരമെന്നോണം പുത്തുമല അവരെ ഏറ്റുവാങ്ങി. പുത്തുമലയിൽ ഇന്നലെ വൈകുന്നേരം മഴ പെയ്തിരുന്നു. മുണ്ടക്കയിലെ കണ്ണീർ മഴയോളം വന്നില്ലത്. തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങളിൽ 8 സംസ്കാരമാണ് പുത്തുമലയിലെ ഹാരിസൺ മലയാളം നൽകിയ 64 സെന്റ് ഭൂമിയിൽ നടന്നത്. ബാക്കിയുള്ള മൃതദേഹങ്ങളുടെയും ശരീരഭാഗങ്ങളുടെയും സംസ്കാരം ഇന്ന് നടക്കും. ഓരോ ശരീരഭാഗങ്ങളും ഓരോ മൃതദേഹമായി കണക്കാക്കിയാണ് സംസ്കാരം നടത്തുന്നത്. പുത്തുമലയിൽ കഴിഞ്ഞ തവണ ഉരുൾപൊട്ടലുണ്ടായ മേഖലയിലായിരുന്നു സംസ്കാരം. സർവ്വമത പ്രാർത്ഥനകൾക്ക് ശേഷമാണ് സംസ്കാരം നടന്നത്. ചൂരൽമല സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് വികാരി ഫാദർ ജിബിൻ വട്ടക്കളത്തിൽ, മേപ്പാടി മാരിയമ്മൻ കോവിൽ കർമ്മി കുട്ടൻ, മേപ്പാടി ജുമാ മസ്ജിദ് ഖത്തീബ് മുസ്തഫൽ ഫൈസി തുടങ്ങിയവർ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. കരകൾ കഴുകി വിശുദ്ധീകരിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ നാരായണായ. സംസ്ഥാന സർക്കാരിനായി മന്ത്രിമാരായ കെ രാജൻ, എം ബി രാജേഷ്, എ കെ ശശീന്ദ്രൻ, OR കേളു എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. വൈകിട്ട് സംസ്കാരമുണ്ടാകുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ എത്തിയത് 10 മണിയോടടുത്താണ്. ചേതനയേറ്റ ശരീരത്തിന്റെ അവശേഷിപ്പ് പരിശോധിച്ച് തങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലുമാണോ എന്നുറപ്പുവരുത്താൻ അവസാന നിമിഷത്തിലും ആളുകൾ എത്തിക്കൊണ്ടേയിരുന്നു. മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിൽ നിന്ന് മൃതദേഹവുമായി 9 മണിയോടെയാണ് ആംബുലൻസ് പുത്തുമലയിലേക്ക് പുറപ്പെട്ടത്. വഴികളിൽ ആളുകൾ നിറകണ്ണുകളോടെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഇനി ഇതുപോലൊരു കാഴ്ച കാണാനിടവരുത്തരുതേ എന്നവർ വിതുമ്പുന്നുണ്ടായിരുന്നു. സന്നദ്ധ പ്രവർത്തകർ ബന്ധുക്കളുടെ സ്ഥാനത്ത് നിന്ന് മൃതദേഹങ്ങൾ കുഴിമാടത്തിലേക്കെടുത്തു. മേൽവിലാസമില്ലാതായ, പേരുകളില്ലാതായ, മുഖമില്ലാതായ, ബന്ധുക്കളില്ലാതായ മനുഷ്യർ ഇവിടെ ഈ പുത്തുമലയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. പ്രിയപ്പെട്ട മനുഷ്യരെ, നിങ്ങൾ അജ്ഞാതരായല്ല മടങ്ങുന്നത്. ഈ നാടിന് നിങ്ങൾ പരിചിതരാണ്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.